നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിലേക്ക് കൂടുതൽ അടുത്തിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി മനോഹരമായ 2 ഫ്രീ കിക്ക് ഗോളുകൾ ഡെക്ലൻ റൈസ് മാഡ്രിഡ് വലയിൽ നിക്ഷേപിച്ചപ്പോൾ മൈക്കൽ മുറിനെയാണ് ആഴ്സണലിൻ്റെ 3ാം ഗോൾ കണ്ടെത്തിയത്. റയൽ മാഡ്രിഡിന് മുമ്പിൽ ആഴ്സണൽ പിടിച്ചു നിൽക്കുമോ എന്ന് സന്ദേഹിച്ചിരുന്ന ഫുട്ബോൾ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന പ്രകടനമാണ് ഗണ്ണേഴ്സ് ഇന്ന് പുറത്തെടുത്തത്. ആഴ്സണലിൻ്റെ ആധിപത്യത്തോടെയായിരുന്നു മത്സരം ആരംഭിച്ചത്. അവസരങ്ങൾക്കായി കാത്തിരുന്ന മാഡ്രിഡ് ഇടയ്ക്കിടയ്ക്ക് പ്രത്യാക്രമണങ്ങൾ നടത്തി ആഴ്സണലിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു. സാക്കയുടെ ശ്രമങ്ങൾ ആഴ്സണലിനെ ഗോളിൻ്റെ അടുത്ത് എത്തിച്ചെങ്കിലും ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു. രണ്ടാം പകുതിയുടെ തുടക്കവും ആഴ്സണലിൻ്റെ നിയന്ത്രണത്തിലാണ് നടന്നത്. മത്സരത്തിൻ്റെ 58ാം മിനിറ്റിൽ ഡേവിഡ് അലാബ സാക്കയെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീ കിക്ക് അവിശ്വസനീയമായ റൈസ് മാഡ്രിഡ് വലയിൽ എത്തിക്കുകയായിരുന്നു. റൈസിൻ്റെ ലോകോത്തര കിക്ക് ഗോളായി മാറിയത് ആഴ്സണൽ താരങ്ങൾ പോലും അവിശ്വസനീയതയോടെയാണ് കണ്ടത്. 66ാം മിനിറ്റിൽ ഡബിൾ സേവ് നടത്തി കോർട്ടുവ മാഡ്രിഡിനെ രക്ഷപ്പെടുത്തിയത് അത്ഭുത കാഴ്ചയായിരുന്നു. തുടർന്ന് 70ാം മിനിറ്റിൽ സാക്കയെ കാമവിംഗ നടത്തിയ ഫൗളിനെ തുടർന്ന് ലഭിച്ച ഫ്രീ കിക്ക് വീണ്ടും വലയിലെത്തിച്ച് റൈസ് മാഡ്രിഡിനെ സ്തബ്ധരാക്കി കളഞ്ഞു. പിന്നാലെ 75ാം മിനിറ്റിൽ തകർപ്പനിടങ്കാൽ സ്ട്രൈക്കിലൂടെ മുറിഞ്ഞോ 3ാമതും റയലിൻ്റെ വലകുലുക്കി. ഇഞ്ചുറി ടൈമിൽ കാമവിംഗയ്ക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തായത് റയലിൻ്റെ പരാജയഭാരം ഇരട്ടിയാക്കി മാറ്റി. എമിറേറ്റ്സിൽ തിങ്ങി നിറഞ്ഞ 60,000-ത്തിലധികം കാണികളെ സാക്ഷി നിർത്തി ചാമ്പ്യന്മാരായ റയലിനെ അക്ഷരാർത്ഥത്തിൽ ആഴ്സണൽ നാണം കെടുത്തുകയായിരുന്നു. ഏപ്രിൽ 16-ന് റയലിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് വമ്പൻ പരാജയം ഒഴിവാക്കിയാൽ ആഴ്സണലിന് 2009-ന് ശേഷം ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ കളിക്കാം.